ജെ പിയുടെ ഒരു പ്രവർത്തകൻ ബി ജെ പിയോട് അലൈ ചെയ്തിരിക്കുമ്പോൾ അവരുടെ ഹിന്ദുത്വ ലക്ഷ്യം അവർക്ക് മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള ഒരു കോമൺ കോസ് ആയിട്ടൊക്കെയാണ് അവർ അതിനകത്ത് അലൈ ചെയ്യുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഐഡിയോളജി ഇല്ലെങ്കിൽ നിങ്ങൾ അധികാരത്തിന് വേണ്ടിയാണ് കൂടുന്നത്. ബീഹാർ പൊളിറ്റിക്സിനകത്തു നിന്ന് കോൺഗ്രസ് പാർട്ടി ഒരു പരിധി വരെ പുറത്തായിട്ടുണ്ട്. ബീഹാറിൽ മാത്രമല്ല, ബീഹാർ, ഒറീസ, ബംഗാൾ, യു പി, തമിഴ്നാട്. മോദി പ്രഖ്യാപിച്ച 75 ലക്ഷം കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് 10,000 രൂപ വെച്ചെന്ന് പറയുന്നത് വലിയ മാസീവ് എമൗണ്ട് വേണ്ടതാണ്. അപ്പോൾ അവർ സ്ത്രീ വോട്ടറുകളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ത്രീ വോട്ടർമാരെ ടാർഗറ്റ് ചെയ്യുമ്പം ബീഹാറിലത് നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും പൊതുവിലും ബീഹാറിൽ പ്രത്യേകിച്ചും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആൾക്കാരെ പൈസ ഇല്ല. പക്ഷേ ഹിന്ദുത്വം പറയുമ്പം ഹിന്ദുത്വം ആകർഷണീയമാകുന്ന ഇവിടുത്തെ അപ്പർ കാസ്റ്റ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരു അട്രാക്റ്റീവ് പൊളിറ്റിക്കൽ പാർട്ടിയാണ്. വോട്ട് ചോരി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വിഷയമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമാണ്. അത് രണ്ട് തലമുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതിനകത്ത് ഈ വിഷയം ഉയർത്തുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്ന രാഷ്ട്രീയ നേട്ടം. രണ്ടെന്ന് പറയുന്നത് വോട്ട് ചോരി ആക്ച്വലി സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സെക്യുലറിസവും സോഷ്യലിസവും തുടങ്ങിയിട്ടുള്ള ബേസിക് സാധനങ്ങളെ അവർ എത്രത്തോളം കൺസോൾഡേറ്റ് ചെയ്യുക, അതൊരു ഐഡിയോളജിയാക്കി മാറ്റി അത് ഗ്രൗണ്ട് ലെവൽ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിനകത്ത് അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു കോർ വോട്ട് ബാങ്ക് ഇല്ല. ബീഹാറിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? നമ്മോട് ഇക്കാര്യം സംസാരിക്കാനായി JNUവിലെ ഹിസ്റ്ററി വിഭാഗം പ്രൊഫസർ ബർട്ടൺ ക്ലീറ്റസ് ആണ് എത്തിയിരിക്കുന്നത്. ബർട്ടൺ, കോൺഗ്രസിന് ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിയുക? കോൺഗ്രസിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനില്ല. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ബീഹാറിലെ രാഷ്ട്രീയ മേഖലയിൽ നിന്ന് ഏതാണ്ട് അപ്രസക്തമായതുപോലെ തന്നെ ആയിട്ടിപ്പം ഏതാണ്ട് 35 വർഷത്തോളമായി. 80കളുടെ അവസാനത്തോടു കൂടി പിന്നീട് ഒരിക്കൽ തന്നെ ബീഹാറിൽ കോൺഗ്രസ് ഭരിച്ചിട്ടില്ല. ഇതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം നമ്മളിപ്പം BJP എതിർക്കുമ്പോഴും CPM-നെ എതിർക്കുമ്പോഴും BJP-യുടെ രാഷ്ട്രീയത്തെ എതിർക്കുകയാണെങ്കിൽ പോലും BJP മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ കോർ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് താല്പര്യമുള്ള ഒരു രാഷ്ട്രീയമുണ്ട് അവർക്ക്. ആ കോർ കോൺസ്റ്റിറ്റ്യുവൻസി വർഗീയതയാകാം. ആ കോർ കോൺസ്റ്റിറ്റ്യുവൻസി കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി അതിന് ഉതകുന്ന തരത്തിലുള്ള രാഷ്ട്രീയം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അവർക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ബീഹാറിലെ ബ്രാഹ്മിൺസ് ആയാലും അതല്ലെങ്കിൽ ഭൂമിഹാർ ആയാലും ഇതുപോലത്തുള്ള ചില കാസ്റ്റ് കമ്മ്യൂണിറ്റീസിനെ അവർ വോട്ട് ചെയ്യാറുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ തന്നെ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു 10-30 കൊല്ലക്കാലം തുടർച്ചയായി ഭരിക്കുകയും പിന്നെയും 80കളിലും ഭരിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭരിക്കുന്ന പാർട്ടിയായി നമ്മൾ എന്നാൽ ഇതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ സോഷ്യലിസ്റ്റുമാണ്. പക്ഷെ ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് പലതരം സാധനങ്ങളിൻ്റെ ഇത് എങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും അതൊരിക്കലും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ഈ കാരണം കൊണ്ടാണ് കോൺഗ്രസ് പലപ്പോഴും ഏതെങ്കിലും ഒരു പാർട്ടി ഒരു സംസ്ഥാനത്ത് ഭരിക്കുകയാണെങ്കിൽ, കോൺഗ്രസ് ഇതര സർക്കാർ ഭരിക്കുകയാണെങ്കിൽ ആ സർക്കാരിനോടുള്ള വലിയ ശക്തമായ ഒരു ആൻറ്റി ഇൻകംബൻസിയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പിന്നെ തിരിച്ചു വരുന്നത്. അതാണ് രാജസ്ഥാനിൽ കാണുന്നത്, അതല്ലെങ്കിൽ കർണാടകയിൽ കാണുന്നത്. അല്ല, സാറ് പറയുന്നത് നേരിട്ട് BJP-യുമായി ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ് തിരിച്ചു വന്നിട്ടുണ്ട്. ഉദാഹരണത്തിൽ കർണാടകയായാലും ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ. പക്ഷേ ഒരിക്കൽ എങ്കിലും 3-ാം സ്ഥാനത്തായി പോവുകയാണെങ്കിൽ തമിഴ്നാട്ടിലായാലും ഇപ്പോൾ ആന്ധ്രയിലായാലും ഒക്കെ പിന്നെ തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബംഗാളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. അത് തന്നെയാണോ ബീഹാറിലും? അതാണ് ബീഹാറിൽ സംഭവിക്കുന്നത്. കാരണം ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവിടുത്തെ രാഷ്ട്രീയത്തിൽ പ്രസക്തമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കോർ വോട്ട് ബാങ്ക് വേണം. ഇപ്പം BJP-യുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിൽ അത് തിരിച്ചു വരാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ തന്നെയാണ്. വലിയ ആൻറ്റി ഇൻകംബൻസിയെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി കോൺഗ്രസ് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതുപോലല്ല മറ്റ് സ്ഥലങ്ങളിൽ. ഇപ്പം ബംഗാളിലായാലും ബീഹാറിലായാലും തമിഴ്നാട്ടിലായാലും ഒറീസയിലായാലും ഒക്കെ എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജാതി സമവാക്യങ്ങളിലോ അതല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് സമവാക്യങ്ങളിലോ ഒക്കെ തന്നെ കോൺഗ്രസ് ഔട്ടായിപ്പോയി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് 80കൾക്ക് ശേഷം പോവുകയും കോൺഗ്രസിന് ഒരു ശക്തമായൊരു വോട്ട് ബാങ്ക് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇതിന് തിരിച്ചു വരുന്നത് നെക്സ്റ്റ് ഇമ്പോസിബിളാണ്. ബീഹാറിലായാലും അല്ലെ ബംഗാളിലായാലും കോൺഗ്രസ് പലപ്പോഴും ബീഹാർ ഇലക്ഷൻ ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. ഇവിടെ സർവൈവ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ RJD ആയിട്ടുള്ള അലയൻസാണ്. RJD എന്ന് പറയുന്നത് അവിടുത്തെ യാദവ് വോട്ടും കൺസോളിഡേറ്റ് ചെയ്യുന്നു. മറ്റു വോട്ടുകൾ യാദവ് മുസ്ലിം കോമ്പിനേഷനെ കൺസോളിഡേറ്റ് ചെയ്യുന്ന പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ബീഹാറിലെ രാഷ്ട്രീയത്തിൽ നിത്യജീവിതത്തിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തുകയും നിരന്തരമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് RJD. ഇപ്പം പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും ഒരു നിരന്തരമായി അവിടുത്തെ രാഷ്ട്രീയ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിനനുസരിച്ചുള്ള അവരുടെ വോട്ട് ബാങ്ക് ഉണ്ട്, അവരുടെ ജാതിയുണ്ട്,
അവരുടെ വിഷയങ്ങളുണ്ട്. പക്ഷേ കോൺഗ്രസ് അങ്ങനല്ല. കോൺഗ്രസ് ബീഹാറിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന്, രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും ഒരു പരിധി വരെ പുറത്താണ്. പക്ഷെ ഒരു കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, കോൺഗ്രസ് ബീഹാറിൽ നിന്ന് പുറത്തായിട്ട് സാറ് പറഞ്ഞ പോലെ തന്നെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നമ്മൾ ഡൽഹിയിൽ നിന്ന് നോക്കുമ്പോൾ ആ മുന്നണി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വോട്ട് ചോരി വിവാദമാണ്. ആദ്യം വലിയ തരത്തിലുള്ള ഒരു നേട്ടമുണ്ടാക്കുന്നു വെച്ചാൽ മാധ്യമങ്ങളിലൂടെ നേട്ടമുണ്ടാക്കുന്നു, വാർത്ത തലക്കെട്ടുകളായി മാറുന്നു. രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ തേജസ്വി യാദവും ഒരുമിച്ച് ബൈക്ക് റാലി നടത്തുന്നു. ഇതെല്ലാം ഒരു താഴെത്തട്ടിൽ വോട്ടായി പ്രതിഫലിക്കില്ല എന്നാണോ അങ്ങ് പറയുന്നത്? വോട്ട് ചോരി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വിഷയമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമാണ്. അത് രണ്ട് തലമുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതിനകത്ത് ഈ വിഷയം ഉയർത്തുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്ന രാഷ്ട്രീയ നേട്ടം. രണ്ടെന്ന് പറയുന്നത് വോട്ട് ചോരി ആക്ച്വലി സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട അവരുടെ വലിയൊരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടുള്ള ആൾക്കാരെ വെട്ടി മാറ്റിയിട്ടുണ്ട്. മുസ്ലിങ്ങളെയൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അപ്പം ഒരു സ്ട്രാറ്റജി കൊണ്ടൊരു അവർ വിശ്വസിക്കുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസ് പാർട്ടി വോട്ട് ചോരി എടുക്കുന്നതിന് പിന്നിൽ ഈ രണ്ട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി വളരെ കൺവിൻസിങ് ആയിട്ട് പല പത്രസമ്മേളനം നടത്തി കർണാടക ഇലക്ഷൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരുന്നു. പിന്നീടും വാരണാസി ഉൾപ്പെടെയുള്ള മേഖലകളിൽ എങ്ങനെയാണ് കോൺഗ്രസ് വോട്ടർ അല്ലെ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കാവുന്ന ന്യൂനപക്ഷങ്ങളെയും മറ്റുള്ളവരെയും വളരെ ബോധപൂർവം വോട്ടിൻ്റെ പ്രക്രിയയിൽ നിന്ന് മാറ്റിയത്. പക്ഷേ ഇങ്ങനെ ഇരിക്കെ തന്നെ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ബീഹാറിലും മറ്റ് എല്ലാ സ്ഥലങ്ങളിലും തോറ്റത് ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടൽ കൊണ്ടുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഒരു കോൺസ്പിറസി തിയറി പോലെ ഇരിക്കും. അതേസമയത്ത് നമ്മൾ അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസിലോട്ട് പോകുന്നു, മണ്ഡലം തിരിച്ചുള്ള ഡീറ്റെയിൽസ് ബോറിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ബീഹാർ പൊളിറ്റിക്സിനകത്തു നിന്ന് കോൺഗ്രസ് പാർട്ടി ഒരു പരിധി വരെ പുറത്തായിട്ടുണ്ട്. ബീഹാറിൽ മാത്രമല്ല, ബീഹാർ, ഒറീസ, ബംഗാൾ, UP, തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി മേഖലകളിൽ, അതായത് ഈ കിഴക്കൻ മേഖലകൾ പ്രധാനമായിട്ടും, മഹാരാഷ്ട്ര ഒരു പരിധി വരെ കോൺഗ്രസ് പുറത്തായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി സർവൈവ് ചെയ്യുന്നതിന് മുന്നിൽ അവർക്കൊരു കോർ വോട്ടർ ബാങ്ക് ഉണ്ട്. ആ കോർ വോട്ട് ബാങ്കിനെ നിലനിർത്തുകയും അതിനെ സർവൈവ് ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമേ രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കാനൊക്കെ. ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാൽ അവർക്കൊരു കോർ വോട്ട് ബാങ്ക് ഉണ്ട്. അവർ ആ കോർ വോട്ട് ബാങ്കിനെ കൺസോളിഡേറ്റ് ചെയ്യുന്നതനുസരിച്ചുള്ള ഒരു ഐഡിയോളജിക്കൽ റിപ്രസെൻറ്റേഷനും ഉണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ കോർ വോട്ട് ബാങ്ക് അവർ വിടാത്തത്. അതുപോലെ BJPക്ക് അതിൽ തന്നെ നമ്മൾ വിയോജിക്കാം, BJPയോട് വിയോജിച്ചിട്ട് രാഷ്ട്രീയത്തോട് വിയോജിക്കാം. അവർ മതം കൺസോളിഡേറ്റ് ചെയ്യുന്നു, ഹിന്ദുത്വമാണ്. ശരിയാണ്, അവർ ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടി. പക്ഷേ ഹിന്ദുത്വ പറയുമ്പം ഹിന്ദുത്വ ആകർഷണീയമാകുന്ന ഇവിടുത്തെ അപ്പർ കാസ്റ്റ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം BJP ഒരു അട്രാക്റ്റീവ് പൊളിറ്റിക്കൽ പാർട്ടിയാണ്. പക്ഷെ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് പറയത്തക്ക ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ അവർക്ക് കുറേ കാലങ്ങളായിട്ട് ഇല്ലാണ്ട് പോയിട്ടുണ്ട്. ഇപ്പം സെക്യുലറിസം ഇൻ പ്രിൻസിപ്പിൾ അവർക്കൊരു പൊസിഷനാണ്, സോഷ്യലിസം ഇൻ പ്രിൻസിപ്പിൾ അവർക്കൊരു പൊസിഷനാണ്. പക്ഷേ സെക്യുലറിസവും സോഷ്യലിസവും തുടങ്ങിയിട്ടുള്ള ബേസിക് സാധനങ്ങളെ അവർ എത്രത്തോളം കൺസോൾഡേറ്റ് ചെയ്യുക, അതൊരു ഐഡിയോളജിയാക്കി മാറ്റി അത് ഗ്രൗണ്ട് ലെവൽ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിനകത്ത് അത് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു കോർ വോട്ട് ബാങ്ക് ഇല്ല. അപ്പം ഡയറക്റ്റ് ഫൈറ്റ് നടന്നിരുന്ന സാഹചര്യങ്ങളിൽ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും. പക്ഷേ കോർ വോട്ട് ബാങ്ക് കൺസോളിഡേറ്റ് ജാതി ഇപ്പം UPയിലും ബീഹാറിലൊക്കെ നടന്ന ജാതി കൺസോളിഡേഷൻ്റെ അടിസ്ഥാനപ്പെടുത്തി അവരുന്നയിച്ച മുലായം സിംഗ് യാദവ് ആയാലും ലാലു പ്രസാദ് ആയാലും ഒക്കെ ഉന്നയിച്ച ഒരു ഒരു പൊളിറ്റിക്കൽ കൺസോളിഡേഷനകത്തുനിന്ന് ഇതിനകത്ത് കോൺഗ്രസിന് പിടിച്ചിരിക്കാൻ കഴിയാതെ കോൺഗ്രസ് അവിടെ അടിപതറിപ്പോയി. അതോടൊപ്പം BJP വന്നതോടുകൂടി 90s ആദ്യം BJP വന്നതോടെ BJPയും ഈ പറഞ്ഞ ജാതി പാർട്ടികളുമായി എന്താ പറയുക തെരഞ്ഞെടുപ്പ് പോരാട്ടം. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു ബൈനറി അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഈ പൊളിറ്റിക്സിനകത്തുനിന്ന് പോയിട്ടുണ്ട്. ഇതാണ് ബീഹാറിൽ സംഭവിച്ചത്. അപ്പം വോട്ട് ചോരി വിഷയമാണ്. വോട്ട് ചോരിയിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കുറേ പ്രഭാവമുണ്ട്. അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം തന്നെ തേജസ്വി യാദവ് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം ആ പ്രഭാവം വോട്ടായി മാറുമോ എന്നുള്ളതാണ് പ്രശ്നം. ആ പ്രഭാവം കോൺഗ്രസിന് വോട്ടായി മാറുമോ എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണിക്ക് സംബന്ധിച്ചിടത്തോളം കുറച്ച് ഏത് വിഷയം എടുത്താലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്ത് അവർക്കൊരു കൺസോൾട്ടേഷൻ ഉണ്ടാകും. അത് അത്തരത്തിലൊരു കൺസോൾട്ടേഷൻ അവിടെ ഉണ്ട്. ഇത് കൂടാതെ തന്നെ അവിടെ നിലനിൽക്കുന്നതായിട്ടുള്ള ഈ പറഞ്ഞ 10-20 വർഷമായിട്ട് നിതീഷ് കുമാർ ഭരിക്കുന്നു. അതിനകത്തുള്ള ഒരു വലിയൊരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ട്. അപ്പം ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോർ വോട്ടിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, ഇപ്പം അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റി, ഭൂമിഹാറിലെ 80% BJPക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ
അവര് എല്ലാ ഇലക്ഷനും കൺസിസ്റ്റന്റ് ആയിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഐഡന്റിറ്റി, അവരുടെ അപ്പർ കാസ്റ്റ് എന്ന് അത് പറയുന്നത് ജയം തോൽവി എന്നോട് പ്രശ്നമല്ല. പ്രശ്നമല്ല. അപ്പൊ ഇതാണ് പ്രശ്നം വരുന്നത്. അപ്പൊ ഈ ഫ്ലോട്ടിംഗ് വോട്ട്സ് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്, എത്ര ശതമാനം ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? ഇതാണ് ബീഹാറിലെ ഒരു മെയിൻ പ്രോബ്ലം ഇപ്പോഴും വരുന്നത്. ഈ തേജസ്വി യാദവിനെ കോൺഗ്രസിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടോ? കാരണം ഇപ്പോൾ RJD തന്നെ പല പ്രാവശ്യം പറയുന്നതാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ പ്രഖ്യാപിക്കുമെന്ന്. പക്ഷെ അവരിതുവരെ ചെയ്യുന്നില്ല. അതിൻ്റെ അകത്ത് തന്നെ ഒരു ടഗ് ഓഫ് വാർ ഉണ്ടോ? അതിനകത്ത് ടഗ് ഓഫ് വാർ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കോൺഗ്രസിന്റെ അവസ്ഥ അറിയാം. തേജസ്വി തന്നെയാണ് അവിടുത്തെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്, അവിടുത്തെ പോപ്പുലർ ലീഡറാണ്. തേജസ്വി കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന പോലെ, അതിന് മുന്നേ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന പോലത്തെ ഒരു സാഹചര്യമല്ല. തേജസ്വി പക്വതയായിരുന്നു, ആൾക്കാരുടെ ഇടയിൽ അക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പം ഇവർ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും തേജസ്വി തന്നെയാണ് സ്വാഭാവികമായിട്ടും അതിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നയിക്കുന്ന ഒരു ആള്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്ന് കോൺഗ്രസ് എത്ര 50 സീറ്റോളം കൊണ്ട് മത്സരിക്കുന്നുണ്ട്. അപ്പം 5% വലിയ സ്റ്റേക്സ് ആണുള്ളത്. കഴിഞ്ഞ തവണ 70 സീറ്റ് മത്സരിച്ച് വലിയ സ്റ്റേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനലി അതിന്റെ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് അവർ 20 സീറ്റ് പോലും വരുന്നില്ല. അത് ഏറ്റവും വലിയ പ്രധാന പ്രശ്നം അത് തന്നെയായിരുന്നു. കാര്യം 70 സീറ്റാണ് ചോദിച്ച് മേടിച്ച് മുന്നണിയിൽ തന്നെ മത്സരിച്ച് നേടിയെടുത്തത്. പക്ഷെ 19 സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ കോൺഗ്രസിനൊരു 5-6 സീറ്റ് അധികമായി നേടിയിരുന്നെങ്കിൽ ഭരണം തന്നെ കിട്ടിയാണ് ഇന്ത്യ മുന്നണി കിട്ടുമായിരുന്നു. അതെ, അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പം ഇതിന് അവിടുത്തെ നടക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു അലയൻസിൽ പോകുമ്പം കോൺഗ്രസിന് തന്നെ സീറ്റ് കൊടുത്തു. ആ സീറ്റ് കൊടുത്താൽ ആ സീറ്റിൽ കോൺഗ്രസിന് ഒരു അടിത്തറ വേണം. അതാണ് പ്രശ്നം വരുന്നത്. കോൺഗ്രസിന് കിട്ടിയ 70 സീറ്റ് കോൺഗ്രസ് അവിടെ ഈ RJDയുടെ ചിറകിലേറി വോട്ട് നേടാമെന്നാണോ കരുതുന്നത്? കോൺഗ്രസ് അങ്ങനെയാണ് കരുതുന്നത്. കോൺഗ്രസിന് ആസ് സച്ച് ഒരു അടിത്തറ അവിടെ ഇല്ല. ഇപ്പൊ കോൺഗ്രസിന് സ്വാഭാവികമായിട്ടും അവിടെ അടിത്തറ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കാനും പാടാണ്. ആദ്യം ചെയ്യേണ്ടത് കോൺഗ്രസിന് അടിത്തറ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ. പക്ഷേ അലയൻസ് വരുമ്പോൾ കോൺഗ്രസ് സ്വാഭാവികമായിട്ടും നാഷണൽ പാർട്ടി ആയതുകൊണ്ടും രാഹുൽ ഗാന്ധി ഒരു ലീഡർ ആയതുകൊണ്ടും ഒക്കെ ഇവരുടെ നെഗോസിയേഷൻ നടക്കുമ്പോൾ കോൺഗ്രസിന് ഒരു 20 സീറ്റിലേക്കല്ല, ഒരു 300 സീറ്റുള്ള ഒരു നിയമസഭാ ഇലക്ഷനിൽ ഒരു നാഷണൽ പാർട്ടിക്ക് 20 സീറ്റിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അതൊരു അലയൻസ് അല്ല. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പലപ്പോഴും ഈ ദേശീയ നേതൃത്വം തേജസ്വി പറയുന്നതിനോട് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ നേതൃത്വം ഉണ്ടല്ലോ ബീഹാറിൽ, അവരൊരിക്കലും അംഗീകരിക്കുന്നില്ല. അല്ല, അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിൽ പാർട്ടിയുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി സംവിധാനമുണ്ട്, പാർട്ടി ഓഫീസുണ്ട്, പാർട്ടിക്ക് നേതാക്കന്മാർക്ക് അവർക്ക് എല്ലാവർക്കും മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവർക്ക് എല്ലാവർക്കും മത്സരിക്കുന്ന ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ അണികളേ ഉള്ളൂ, നേതാക്കന്മാരില്ലാത്ത പാർട്ടി, നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ, അണികളില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയോ? അതെ, അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അണികളില്ലാത്ത നേതാക്കന്മാരുള്ളപ്പം നേതാക്കന്മാർ പലപ്പോഴും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അവർ ആ ഒരു രീതിയിലാണ് അതിന്റെ നെഗോസിയേഷൻ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാഷണൽ ലെവലിൽ ഈ അലയൻസ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു വരുമ്പം കോൺഗ്രസിന് സീറ്റുകൾ കൂടുതൽ കിട്ടും. 253 സീറ്റിൽ 20 സീറ്റ് എന്ന് പറയുന്നത് 10% പോലും ഇല്ല. അപ്പൊ 20, അപ്പം അവർക്ക് അലയൻസ് ഒരു മേജർ അലയൻസ് പാർട്ണർ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് 50 സീറ്റെങ്കിലും കിട്ടണം. അപ്പൊ ഈ 50 സീറ്റ് കിട്ടിയാൽ 50 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കോൺഗ്രസിന് ബേസ് ഇല്ല. അതാണ് പ്രശ്നം. ഈ മേടിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസികളിൽ പലതിലും കോൺഗ്രസ് വോട്ടിംഗ് ഇല്ല. RJDയുടെ ഒരു ബലത്തിൽ ജയിച്ചു കയറാം, ഒരു അലയൻസിൽ ജയിച്ചു കയറാമെന്നാണ് അവർ കരുതുന്നത്. പക്ഷെ അതിനൊരു ഒരുപാട് പരിമിതികളുണ്ട്. അങ്ങനെ ഒരു അലയൻസിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അടിത്തറയില്ല, നിങ്ങളൊരു അലയൻസിലൂടെ മാത്രം ജയിച്ചു കയറുക എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ RJD പലപ്പോഴും അലയൻസിന് പോകുന്നപ്പോൾ കോൺഗ്രസ് ഇനിയിപ്പോൾ അലയൻസ് വർക്ക് ചെയ്യുന്നില്ല, ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അത് RJDയുടെ സാധ്യതകളെ ഭയങ്കരമായിട്ട് കുറച്ചെങ്കിലുമൊക്കെ ബാധിക്കും പലയിടത്തും എന്നൊക്കെയുള്ള ഭയങ്ങളുണ്ട്. പിന്നെ നാഷണൽ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ ഒരു 50 മണ്ഡലത്തിൽ തന്നെ ഒരു 32 മണ്ഡലത്തിൽ തന്നെ ഒരു 5000 വോട്ടിന് താഴെയായിരുന്നു തോറ്റത്. വളരെ ശക്തമായ ഒരു പോരാട്ടമായിരുന്നു അവിടെ നടന്നിരുന്നത്. അതെ, അല്ല, അതിന്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഒരു വലിയ ആന്റി ഇൻകംബൻസി നടക്കുന്ന ഒരു മത്സര സാഹചര്യത്തിൽ അവിടെ മത്സരിച്ചത്. ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോഴും ആന്റി ഇൻകംബൻസി വളരെ ശക്തമാണ്, വലിയ രീതിയിലുള്ള ആന്റി ഇൻകംബൻസി ശക്തമാണ്. കഴിഞ്ഞ തവണത്തെക്കാളും ആന്റി ഇൻകംബൻസി ഇവിടെ ഉണ്ടോന്ന് ഉണ്ടാകും. ആ രീതിയിലുള്ളൊരു ഇലക്ഷനിലാണ് മത്സരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ റിസോഴ്സ് കൂടുതലും കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണുള്ളത്. അവരുടെ കയ്യിൽ പൈസയുണ്ട്, അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ കഴിയും. ഇപ്പം മോദി പ്രഖ്യാപിച്ച 75 ലക്ഷം കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് 10,000 രൂപ വെച്ചെന്ന് പറയുന്നത് വലിയ മാസീവ് എമൗണ്ട് വേണ്ടതാണ്. അപ്പോൾ അവർ സ്ത്രീ വോട്ടറുകളെ ടാർഗറ്റ് ചെയ്തിട്ട്, അപ്പോൾ സ്ത്രീ വോട്ടർമാരെ ടാർഗറ്റ് ചെയ്യുമ്പം ബീഹാറിലത് നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും പൊതുവിലും ബീഹാറിൽ പ്രത്യേകിച്ചും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആൾക്കാരെ പൈസ ഇല്ല, വളരെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വീടുകളാണ്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വീടുകളിൽ തന്നെ കൂടുതലും തൊഴിലെടുക്കുന്നത് ഈ പുരുഷന്മാരാണ്, സ്ത്രീകളല്ല. അപ്പോൾ അവർക്ക് ചെറിയ ചെറിയ പൈസയ്ക്ക് വേണ്ടി ഭർത്താക്കന്മാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ 10,000 രൂപയെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഗതിയാണ്. അപ്പോൾ അതിനെ നോക്കിയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ
75 ലക്ഷം സ്ത്രീകൾക്ക് ടാർഗറ്റ് ചെയ്ത് ഈ നേരിട്ട് യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ അത് പൈസ കൊടുത്ത് വോട്ട് വാങ്ങുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കറപ്ഷനാണ്. അപ്പം അത് ചെറിയ രീതിയിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സാർ പറഞ്ഞ പോലെ തന്നെ ഈ കോൺഗ്രസ് വലിയൊരു ശക്തി അല്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കന്മാർ നരേന്ദ്രമോദി ആയാലും അമിത്ഷാ ആയാലും അവിടെ വളരെ ശക്തമായിട്ട് ആക്രമിക്കുന്നത് കോൺഗ്രസിനെ തന്നെയാണ്. ഉം. ഇവൻ കേരളത്തിലെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. അതെ. ബി ഡി ബീഹാർ അതുവരെ എടുത്ത് ആയുധമാക്കി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ കോൺഗ്രസിനെ വളരെ ശക്തമായി ആ മുന്നണിയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കക്ഷി അല്ലാതിരിക്കെ എന്തുകൊണ്ടായിരിക്കും മോഡിയും അമിത്ഷായും ആക്രമിക്കുന്നത്? അല്ല, അതിന് റീസൺസ് ഉള്ളതെന്ന് പറയുന്നത് കോൺഗ്രസ് ഒരു നാഷണൽ ലെവലിലുള്ള കോൺഗ്രസിന്റെ പ്രസൻസ്. ഇപ്പം ബീഹാറിലെ ഒരു സാധാരണ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം പഴയ നെഹ്റു, ഇന്ദിര, രാജീവ് ആ ഒരു ട്രഡീഷൻ, പഴയ കോൺഗ്രസ്സുകാരുള്ള ഒരു സ്ഥലം. അപ്പം കോൺഗ്രസിന്റെ പാരമ്പര്യത്തെ ആക്രമിക്കുന്നു, കോൺഗ്രസിന്റെ പഴയ നേതാക്കന്മാരെ ആക്രമിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് കോൺഗ്രസ് അവിടെ ഇല്ലാതായി, ഒരു RJD ഷിഫ്റ്റ് ഉണ്ടായി, കോൺഗ്രസിന്റെ ശക്തി വലിയ രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബി ജെ പിയുടെ ഒരു പ്രധാന ശത്രു എന്നുള്ളത് ഈ കോൺഗ്രസിന്റെ ഒരു പഴയൊരു പാരമ്പര്യത്തെയും പഴയൊരു പാസ്റ്റിനെയും ആക്രമിക്കുന്നത് വഴി ബി ജെ പി വോട്ടേഴ്സിനെ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അത് ബി ജെ പിയുടെ വോട്ട് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ്. അതെ, ആ ഒരു കൺസോൾട്ടേഷനാണ് അവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ RJDയെ സംബന്ധിച്ചിടത്തോളം തേജസ്വി ലീഡറായിട്ട് ഒരുപക്ഷെ തേജസ്വിനെ അവർ സ്പെയർ ചെയ്യുന്നതായിരിക്കാം, അവർ ഉദ്ദേശിക്കുന്നതും അതായിരിക്കാം. തേജസ്വിയായിട്ട് അധികം ഒരു കോൺഫ്രണ്ടേഷന് പോകാതെ എന്താ ഇനി കാര്യം വളരെ മാറി മാറി ഈ ഭരണം വരുന്ന മുന്നണികളും വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇനി കോൺഗ്രസിനെ വിട്ട് തേജസ്വി വന്നാലും വേണമെങ്കിൽ ബി ജെ പിക്ക് അവരെ ഭാവിയിൽ പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു കണക്കൂട്ടൽ ഉണ്ടാകുമോ? ഇല്ല, തേജസ്വിയും ലാലു പ്രസാദിനൊക്കെ അങ്ങനെ ബി ജെ പിയുടെ അലയൻസിന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും കാലമായിട്ട് ഫൈറ്റ് നിൽക്കുന്ന ഏക പാർട്ടി RJD ആണ്. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നത് അവരുദ്ദേശിക്കുന്നത് ഈ കോൺഗ്രസിന് ടാർഗറ്റ് ചെയ്യുന്നവരെ അവർ ഒരുപാട് സംഗതികളെ ടാർഗറ്റ് ചെയ്യാനുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന പഴയ ഐഡിയ ടാർഗറ്റ് ചെയ്യുന്നു, സെക്യുലറിസം എന്ന് പറയുന്ന സാധനത്തെ ടാർഗറ്റ് ചെയ്യുന്നു, കോൺഗ്രസ് റിപ്രസെന്റ് ചെയ്തിരുന്ന ഒരു പൊളിറ്റിക്കൽ കൾച്ചറിനെ ടാർഗറ്റ് ചെയ്യുന്നു, കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞ് ടാർഗറ്റ് ചെയ്യുന്നു. പല കാര്യങ്ങളിലൂടെയും കോൺഗ്രസ് ശക്തിയില്ലെങ്കിലും പോലും കോൺഗ്രസ് ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ, ഒരു പവർഫുൾ സിംബോളിക് റെപ്രസെന്റേഷനാണ്. ഒരു സിമ്പിൾ എന്നുള്ള നിലയിൽ കോൺഗ്രസ് ഒരു വലിയൊരു റെപ്രസെന്റ്. അപ്പം ഈ സിമ്പിളിന് വിരുദ്ധമായിട്ടാണ് ബി ജെ പി വരുന്നത്. ഹിന്ദുക്കൾക്ക് 70 വർഷമായി ഇവിടെ നീതി കിട്ടിയിട്ടില്ല, അതല്ലെങ്കിൽ 70 വർഷമായി രാജ്യത്തൊരു പുരോഗതി ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു റെറ്ററിക്ക് അതിനകത്താണ് ബി ജെ പി അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കുന്നത്. ആ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു റെറ്ററിക്ക്, ഹിന്ദുക്കൾക്ക് നീതി കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നീതി ആരുടെ നിന്ന് കിട്ടിയില്ല, അത് കോൺഗ്രസിന്റെ കിട്ടിയത് തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിനകത്ത് അവർ നാഷണൽ ലെവലിൽ ഒരുപാട് തവണ വെച്ചിട്ടുള്ളതാണ്. അതിന് കോൺഗ്രസിനുള്ള ഒരു ആക്രമണം വളരെ വളരെ പ്രസക്തം. അതുകൊണ്ടാണ് ഇവർ റിപ്പീറ്റഡ്ലി ഇവർ കോൺഗ്രസിനെ ആക്രമിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി ഓരോ ഘട്ടത്തിലും ഓരോ വലിയ ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ OBC റെപ്രസെന്റേഷൻ്റെ കാര്യം അതിനൊരു ചരിത്രത്തിലേക്ക് ഉയർത്തിയ ഒരു 3 വിരലുകൾ എന്ന് പറയാം. കാര്യം ഈ ക്യാബിനറ്റ് സെക്രട്ടറിമാരിൽ 3 പേര് മാത്രമേ ഉള്ളൂ OBCക്കാർ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് ഈ 3 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടം ഈ ആശയം വെച്ചായിരുന്നു. അവിടെ കോൺഗ്രസ് തകർന്നടിഞ്ഞു. പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടു. അതോടുകൂടി ഇനി ആ കാസ്റ്റ് സെൻസസ്, കാസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇല്ല, അതെല്ലാം തകർന്നു എന്നാണ് BJP പ്രചാരണം നടത്തിയിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തിരിച്ചടി ഏതെങ്കിലും നേരിട്ടാൽ, ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചോദിക്കുകയാണ്, അതോടുകൂടി ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ തരത്തിലുള്ള വോട്ട് ചോരി ഇത് ഇല്ലാതായി മാറുമോ? ഇത് രണ്ട് സാധനമാണ്. കാരണം ഈ OBC വോട്ടുകളെ കൺസോളിഡേറ്റ് ചെയ്ത് ഇപ്പം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ജെന്യുവൻ ഇഷ്യൂവും ഒന്നൊരു സ്ട്രാറ്റജിക് ഇഷ്യൂവാണ്. OBC റിപ്രസെൻറ്റേഷൻ ഇല്ല, അല്ലെങ്കിൽ ദളിത് റിപ്രസെൻറ്റേഷൻ ഇല്ല ഈ പറഞ്ഞ ഗവൺമെൻറ് മേഖലകളിൽ. അപ്പർ കാസ്റ്റ് ഡോമിനൻസ് ഭയങ്കര ശക്തി എന്നൊരു റിയാലിറ്റിയാണ്, അതൊരു നമ്പറിൻ്റെ റിയാലിറ്റിയാണ്, അതൊരു എവറിഡേ റിയാലിറ്റിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി റിപ്രസെൻറ്റ് ചെയ്തത് ഒന്ന് അതിൻ്റെ ഒരു റിയാലിറ്റിയും, 2 ഈ റിയാലിറ്റി ഉന്നയിക്കുന്നത് വഴി നിങ്ങൾക്ക് എങ്ങനെയാണ് എത്രത്തോളം നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾക്ക് കോൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ അതുവഴി നിങ്ങൾക്കുണ്ടാകുന്ന പൊളിറ്റിക്കൽ ബെനിഫിറ്റ് എന്താണ്. ഈ 2 സാധനം. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെ റിയാലിറ്റി ഓട് വലിയ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ അവർക്ക് അതിനകത്ത് കിട്ടുന്ന രാഷ്ട്രീയ ബെനിഫിറ്റ് വലിയൊരു പ്രധാനമാണ്. ഇപ്പം OBC കമ്മ്യൂണിറ്റി ടാർഗറ്റ് ചെയ്ത് കോൺഗ്രസിന് വളരാമെന്ന് ചോദിച്ചാൽ എനിക്കത് അത്രത്തോളം തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോൺ ഡ്രസ് ഒക്കെ പറഞ്ഞതുപോലെ ഈ OBC വിഭാഗങ്ങളിൽ തന്നെ, OBC ഹിന്ദു വിഭാഗങ്ങളിൽ നിന്ന് തന്നെ
സാമ്പത്തികമായി മുന്നോക്കം വരുന്നവർ ബി ജെ പിയോട് അലൈൻ ചെയ്യുന്നുണ്ട്. ആ ഒരു റിയാലിറ്റിയാണ്. പല സ്ഥലങ്ങളിലും ബി ജെ പിയുടെ കോർ വോട്ടർമാർ അപ്പർ കാസ്റ്റിനോടൊപ്പം തന്നെ ശക്തമായിട്ട് കേരളത്തിലെ പോലുള്ള സാഹചര്യങ്ങളിൽ പോലും ഈഴവ കമ്മ്യൂണിറ്റിയൊക്കെ തന്നെ വലിയ ബി ജെ പിയോടൊക്കെ അങ്ങനെ ഒരു പുതിയൊരു ആഭിമുഖ്യമൊക്കെ വന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ ഒ ബി സി വിഭാഗത്തിന് ഒ ബി സിക്ക് റിപ്രസെൻറ്റേഷൻ ഇല്ല എന്ന് പറയുന്നത് റിയാലിറ്റി ആയിരിക്കുമ്പോൾ പിന്നെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ കോൺഗ്രസിന് അത് എത്രത്തോളം പ്രയോജനപ്പെടും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. അതേപോലെയാണ് ഈ വോട്ട് ചോരിയുടെ കാര്യം. ഇതേ സിമിലർ ആയിട്ട് വോട്ട് ചോരിയെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞ ഇഷ്യൂ കുറച്ച് കാലോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസ് തോറ്റത് ഇലക്ഷൻ കമ്മീഷൻ ഇതിനകത്ത് തിരിമറി നടത്തിയത് കൊണ്ടാണ് എന്ന് ചില ഫാക്റ്റുകൾ വെച്ച് അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഭയം കോൺഗ്രസിന് നിലനിൽക്കുന്നു. ഓരോ തോൽവിയും നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സപ്പോർട്ടില്ല, നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ സപ്പോർട്ട്, ഇലക്ഷൻ കമ്മീഷൻ നിങ്ങളെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞൊരു ഭയം ഉള്ളത് കൊണ്ട് തന്നെ അതൊരു പ്രസ്സിംഗ് നീഡാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇഷ്യൂ പലതരത്തിൽ ഇന്ത്യൻ പൊളിറ്റിക്സിനകത്ത് വരുന്ന കുറേ കാലങ്ങൾ നിലനിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പട്ന എയർപോർട്ടിൽ വെച്ചിട്ടാണ് കോൺഗ്രസിൻ്റെ ബീഹാറിൻ്റെ ചാർജുള്ള ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് കൃഷ്ണ ലൗറിനെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആക്രമിക്കുന്നത്. ഇത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലിടിക്കുന്നു, ചില സീറ്റുകൾ പൈസ വാങ്ങിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നു. അങ്ങനെയൊന്നും അല്ല എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു തരത്തിലുള്ള ഒരു യോജിപ്പില്ലായ്മ, ഈ തമ്മിലടി, ഇതൊക്കെ ഒരു അവമതിപ്പല്ലേ സൃഷ്ടിക്കുന്നത്? ഇത് തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രത്യാഘാതം ഉണ്ടാക്കും? അല്ല, അത് സ്വാഭാവികമാണ്, അത് സത്യമാണ്. ബീഹാറിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും ഉണ്ടാവും. അതിൻ്റെ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുള്ളൂ, ഈ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളിപ്പോൾ നമ്മൾ എന്തെന്ന് പറഞ്ഞാലും ബി ജെ പിയുടെ ഒരു പ്രവർത്തകൻ ബി ജെ പിയോട് അലൈ ചെയ്തിരിക്കുമ്പോൾ അവരുടെ ഹിന്ദുത്വ ലക്ഷ്യം അവർക്ക് മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള ഒരു കോമൺ കോസ് ആയിട്ടൊക്കെയാണ് അവർ അതിനകത്ത് അലൈ ചെയ്യുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഐഡിയോളജി ഇല്ലെങ്കിൽ നിങ്ങൾ അധികാരത്തിന് വേണ്ടിയാണ് കൂടുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ഈ സീറ്റ് കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് അവർ പുറത്താകും, അവർക്കറിയാതെ. അപ്പം അവരൊരു സീറ്റിന് വേണ്ടി വഴക്കൂടുകയാണെങ്കിൽ മറ്റു പാർട്ടികളുടെ ഉണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നീ പാർട്ടിയിലൊരു സ്ഥാനമോ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൊരു സ്ഥാനമോ കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ നിങ്ങൾ ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്താകുമെന്ന് പറഞ്ഞൊരു കമ്പൽഷനും അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ടെൻഷൻസ് ഒക്കെ ഈ രീതിയിൽ ഉണ്ടാകുന്നത്. അത് ഇലക്ഷന് സ്വാഭാവികമായിട്ടും ചെറിയ ബാധിക്കുമായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയ വിഷയമാണ്. ഇലക്ഷൻ ആകുമ്പോഴേക്ക് ആൾക്കാർ അതൊക്കെ മറക്കും. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോർ വോട്ടേഴ്സ് എത്രയുണ്ട്, കോർ വോട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറാണോ, അതുപോലെ തന്നെ ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എത്രയാണ്, തേജസ്വി യാദവിന് എത്രത്തോളം ഇതിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ്. രാഹുൽ തേജസ്വി ഒരു പുതിയ ആക്സസ് ആണ് ഈ ഇലക്ഷനിൽ കണ്ടത്. വളരെ വലിയ രീതിയിൽ ഇൻറ്റൻസ് ആയിട്ട് ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം മുസ്ലിം വോട്ട് ഓഫ് കോഴ്സ് പ്രതിപക്ഷത്തിനാണ് അവർ ഭൂരിപക്ഷ വോട്ടുകളും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കൺസോളിഡേഷൻ. ഇപ്പോൾ മുസ്ലിം വോട്ട് എനിവേ ഇത് പ്രതിപക്ഷ വോട്ടുകളാണ്. എന്നാൽ യാദവ് വോട്ടുകൾ എത്രത്തോളം ചെയ്യുന്നു, ഒ ബി സി വോട്ടുകൾ എത്രത്തോളം ചെയ്യുന്നു, അപ്പോൾ ഇതൊക്കെ വലിയൊരു ഫാക്ടറാണ്. ഈ ഫാക്ടറിന് ഡിപ്പെൻഡ് ചെയ്യും ഇലക്ഷൻ്റെ ഫൈനൽ റിസൾട്ടിന്. ഒന്നാമതെത്തിയെങ്കിൽ പോലും തോറ്റുപോയ ഒരു പാർട്ടിയാണ് ആർ ജെ ഡി. കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനം ആർ ജെ ഡിക്ക് തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ സീറ്റ് ആർ ജെ ഡിയാണ് വാങ്ങിയത്. അന്ന് ഒരു കോൺഗ്രസിൻ്റെ ഒരു തോൽവിയാണ് അധികാരത്തിൽ നിന്നും ആർ ജെ ഡിയെ പോലും പുറത്തിരുത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസ് വോട്ട് ചോരി എന്ന ആശയം ഉയർത്തിക്കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിനെ മുൻനിർത്തി വളരെ ശക്തമായ പോരാട്ടം തന്നെയാണ് അവിടെ കാഴ്ചവെക്കുന്നത്. ആ മുന്നണിക്ക് ഈ തരത്തിലുള്ളൊരു പോരാട്ടം വോട്ടാക്കി മാറ്റുമോ, മാറ്റാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കണ്ടറിയേണ്ടത്. താങ്ക് യു.